ആക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ് കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പീച്ചിയിൽ നേരിയ ഭൂചലനം. ജണ്ടമുക്ക് തെക്കേക്കുളം ഭാഗത്താണ് ഭൂചലനമുണ്ടായത്. ഭൂമിക്കടിയിൽ നിന്ന് ശക്തമായ പ്രകമ്പനമുണ്ടായതായി നാട്ടുകാർ. ജണ്ടമുക്കിൽ വീടിന്റെ ഭിത്തിയിൽ വിള്ളൽ രൂപപ്പെട്ടു. ഡൽഹിയിലെ CJP സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ നേതാക്കളെ കരിവാരി തേക്കാൻ ED ശ്രമിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. യഥാർത്ഥ പ്രതികളെ ED മാപ്പുസാക്ഷിയാക്കിയത് ബാങ്കിനെ രക്ഷിക്കാനല്ലെന്നും CPM-നെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്നും MV ഗോവിന്ദൻ. സെർവർ തകരാറിനെ തുടർന്ന് റേഷൻ വിതരണം തിങ്കളാഴ്ച മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. റേഷൻ വാങ്ങാനാകാതെ മണിക്കൂറുകളോളം വരി നിന്ന് ഉപഭോക്താക്കൾ മടങ്ങി. പെരുമ്പിലാവിൽ ബാർ ഉടമയെ കബളിപ്പിച്ച് 4.5 കോടി രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തു. സ്ഥാപനത്തിലെ അക്കൗണ്ടന്റ് ശാന്തി, ജനറൽ മാനേജർ അരുൺ P. നായർ എന്നിവർക്കെതിരെയാണ് കുന്നംകുളം പോലീസ് കേസെടുത്തത്. മുള്ളൂർക്കരയിൽ ലഹരി വേട്ട. MDMA-യുമായി യുവാക്കളെ തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി. മയക്കുമരുന്നും ഇലക്ട്രോണിക്സ് ത്രാസുകളും കസ്റ്റഡിയിലെടുത്തു. തൃക്കൂരിൽ കാട്ടുപന്നിയെ തുരത്താൻ സ്ഥാപിച്ച വൈദ്യുതിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മധ്യവയസ്കൻ മരിച്ചു. കള്ളായി സ്വദേശി ഗോപിയാണ് മരിച്ചത്. ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ചാമ്പ്യന്മാർ. എക്സ്ട്രാ ടൈം വരെ നീണ്ട മത്സരത്തിൽ അർജന്റീനയെ കീഴടക്കിയത് ഏകപക്ഷീയമായ 1 ഗോളിന്. വാർത്തകൾ വിശദമായി. പീച്ചിയിൽ നേരിയ ഭൂചലനം. ഭൂമിക്കടിയിൽ നിന്ന് ശക്തമായ പ്രകമ്പനവും മുഴക്കവും കേട്ടതായി നാട്ടുകാർ പറഞ്ഞു. ഡാമിന് പരിസരത്തെ തെക്കേക്കുളം, ജണ്ടമുക്ക്, താമരവെള്ളച്ചാൽ ഭാഗങ്ങളിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. തിങ്കളാഴ്ച വൈകിട്ട് 6:08-നാണ് സംഭവം. ജണ്ടമുക്ക് സ്വദേശി ശശിയുടെ വീടിന്റെ ഭിത്തിയിൽ വിള്ളൽ രൂപപ്പെട്ടു. മറ്റനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. ഡൽഹിയിലെ CJP സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് SFI തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. റെയിൽവേ സ്റ്റേഷൻ റോഡിൽ സ്ഥാപിച്ച ബാരിക്കേഡ് പ്രവർത്തകർ തള്ളിമാറ്റി അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത്. പ്രവർത്തകർക്ക് നേരെ പോലീസ് നേരിയ തോതിൽ ലാത്തി വീശുകയും ചെയ്തു. അടിച്ചമർത്താൻ ഇവിടെ കൂടി സംഘപരിവാരം കാർന്നുകില്ലുമ്പോൾ സംഘപരിവാരുടെ വിദ്യാർത്ഥികളുടെ ബാധിക്കും. അനീഷ ബാക്കോളോ. ED ഉപയോഗിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാനുള്ള പരീക്ഷണത്തിന്റെ ഭാഗമാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ CPM-നെതിരെ കേസെടുത്ത നടപടിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കരുവന്നൂർ ബാങ്ക് കേസിൽ CPM പുറത്താക്കിയ യഥാർത്ഥ പ്രതികളെ ED മാപ്പുസാക്ഷിയാക്കിയത് ബാങ്കിനെ രക്ഷിക്കാനല്ല, CPM-നെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമായിരുന്നുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. CPM-നെതിരായ ED-യുടെ കള്ളക്കേസുകൾക്കും വേട്ടയാടലുകൾക്കുമെതിരെ CPM തൃശൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ED കേസെടുത്ത് വേറൊരു കേസിൽ ചാർജ് ചെയ്തു, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് FIR തോന്നും. ആ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്നപ്പോഴാണ് ഈ 1-ാം പ്രതിയും 2-ാം പ്രതിയും
പ്രതിയല്ലാതെ മാപ്പുസാക്ഷിയായിട്ട് മാറി. ഇവിടെ ബാങ്കിനെ സംരക്ഷിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അതുവഴി ഞങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ പാർട്ടിയെ കടന്നാക്രമിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? കളവിന് പാർട്ടി നേതൃത്വം നൽകാൻ, പിന്തുണ നൽകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറില്ല എന്ന് വന്നപ്പോൾ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയുമാക്കിയ CPIM-ന്റെ തന്നെ പഴയ പാർട്ടിയുടെ പ്രവർത്തകർ രണ്ടുപേരും കേസിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി എന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ അവരെ സമീപിച്ച് ED പറഞ്ഞ കാര്യം, നിങ്ങളെ രക്ഷിക്കാം, ഞങ്ങൾക്ക് ആവശ്യം നിങ്ങളല്ല, ലോക്കലോ ബ്രാഞ്ചൊന്നുമല്ല, ഞങ്ങൾക്ക് ആവശ്യം തൃശ്ശൂരിലെ ഏറ്റവും പ്രമുഖരായ പാർട്ടി നേതാക്കളെയാണ്. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, അവർക്കെതിരായിട്ട് മാപ്പുസാക്ഷി എന്ന നിലയിൽ നിങ്ങൾ മൊഴി നൽകണം. രാഷ്ട്രീയമായി പാർട്ടിയെ കടന്നാക്രമിക്കാൻ നിങ്ങൾ മൊഴി നൽകിയാൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രതി, രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രതി ഈ സുനിൽകുമാറും അതുപോലെ തന്നെ ബിജു കരീമും മാപ്പുസാക്ഷികളായിട്ട് വരും. സാക്ഷികളായിട്ട് നിങ്ങൾക്ക് നിൽക്കാം, നിങ്ങളെ കേസിൽ നിന്നും ഒഴിവാക്കാം. ഈ ഓഫറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇവർ രണ്ടുപേരും മൊഴി നൽകുന്നത്. പാർട്ടിയെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ച് സംസ്ഥാന സെക്രട്ടറിയെ തന്നെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയൊരു അവസ്ഥ വരുമ്പോൾ അതിനെതിരെ ജനങ്ങളെ അണിനിരത്തുകയും കേസിനെ നിയമപരമായി നേരിടുകയുമാണ് ചെയ്യാനുള്ളത്. കൃത്യമായ രാഷ്ട്രീയ നിലപാടോടെ ഇതിനെ കൈകാര്യം ചെയ്യാൻ കഴിയേണ്ടതുണ്ടെന്നും MV ഗോവിന്ദൻ ജനങ്ങളെ ഓർമ്മിപ്പിച്ചു. മാധ്യമ ഭൂരിപക്ഷം CPM-നെതിരാണെന്നും ബൂർഷ്വാ പാർട്ടികളെ കൂട്ടുപിടിച്ചുള്ള മാധ്യമങ്ങളുടെ പ്രചാരവേലയെ പ്രതിരോധിക്കാൻ പാർട്ടി അംഗങ്ങളും അനുയായികളും സത്യം ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു, MLA-മാരായ AC മൊയ്തീൻ, പ്രൊഫസർ C രവീന്ദ്രനാഥ്, സേവ്യർ ചിറ്റിലപ്പള്ളി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, മുൻ മന്ത്രി R ബിന്ദു, മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ്, ബേബി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. സെർവർ തകരാറിനെ തുടർന്ന് റേഷൻ വിതരണം തിങ്കളാഴ്ച മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. രാവിലെ റേഷൻ കടകൾ തുറന്നപ്പോൾ മുതൽ സെർവർ തകരാറിലായതിനാൽ റേഷൻ വിതരണം നടത്താനായില്ല. മണിക്കൂറുകളോളം കാത്തുനിന്നിട്ടും അരിയും മറ്റു സാധനങ്ങളും വാങ്ങാനാകാതെ ഉപഭോക്താക്കൾക്ക് മടങ്ങേണ്ടി വന്നു. മാസാവസാനത്തോടടുക്കുന്ന സമയമായതിനാൽ റേഷൻ കടകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വൈകിട്ടോടെയാണ് സെർവർ തകരാർ പരിഹരിച്ചത്. പെരുമ്പിലാവിൽ പ്രവർത്തിക്കുന്ന വിദ്യാ റെസിഡൻസി എന്ന ഹോട്ടൽ കം ബാർ ഉടമയെ കബളിപ്പിച്ച് 4.5 കോടി രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്തു. സ്ഥാപനത്തിലെ അക്കൗണ്ടന്റായ ശാന്തി, ജനറൽ മാനേജറായ അരുൺ P. നായർ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. 2022 മുതൽ 2025 വരെയുള്ള കാലയളവിലാണ് പ്രതികൾ ഗൂഢാലോചന നടത്തി സാമ്പത്തിക തിരിമറി നടത്തിയത്. ഹോട്ടൽ ഉടമയായ ഗോവിന്ദൻകുട്ടി ഒപ്പിട്ട് ഒന്നാം പ്രതിയായ ശാന്തിയെ ഏൽപ്പിച്ചിരുന്ന ബ്ലാങ്ക് ചെക്കുകൾ ദുരുപയോഗം ചെയ്തും സ്ഥാപനത്തിലെ വരവ് ചെലവ് കണക്കുകളിൽ കൃത്രിമം കാണിച്ചുമാണ് പ്രതികൾ വൻതുക തട്ടിയെടുത്തത്. വിശ്വാസവഞ്ചന നടത്തിയും ചതിയിലൂടെയും പ്രതികൾ തനിക്ക് 4.5 കോടി രൂപയുടെ നഷ്ടം വരുത്തിയെന്ന് കാണിച്ച് ഉടമ നൽകിയ പരാതിയിലാണ് നടപടി. മുള്ളൂർക്കരയിൽ ലഹരിവേട്ട. MDMA-യുമായി യുവാക്കളെ തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. മുള്ളൂർക്കര സ്വദേശി പറക്കുന്നത്ത് വീട്ടിൽ സുനിൽ, കണ്ണമ്പാറ സ്വദേശി കുറക്കാട്ടിൽ വീട്ടിൽ ജിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് യുവാക്കൾ അറസ്റ്റിലായത്. ലോകകപ്പ് ഫൈനൽ ദിനത്തിൽ ആഘോഷം ലഹരിയിൽ ആറാടിക്കുന്നതിന് വേണ്ടിയാണ് പ്രതികൾ മയക്കുമരുന്ന് സൂക്ഷിച്ചിരുന്നതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഒന്നാം പ്രതി സുനിലിന്റെ വീട്ടിൽ നിന്നാണ് മയക്കുമരുന്ന് കണ്ടെടുത്തത്. പ്രതിയുടെ ബുള്ളറ്റിനുള്ളിൽ നിന്നും വീട്ടിൽ നിന്നുമാണ് 2.621 ഗ്രാം MDMA കണ്ടെടുത്തത്. MDMA തൂക്കം നോക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന 2 ഇലക്ട്രോണിക്സ് ത്രാസും മയക്കുമരുന്ന് നൽകുന്നതിന് ഉപയോഗിക്കുന്ന 500 സിപ്ലോ കവറും പിടിച്ചെടുത്തു. ഗൂഗിൾ പേ വഴി വൻ ഇടപാടുകൾ നടന്നതായി എക്സൈസ് കണ്ടെത്തി. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ സുദർശൻ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ KM സജീവ്, TK കണ്ണൻ, പ്രിവന്റീവ് ഓഫീസർമാരായ TJ രഞ്ജിത്ത്, K ലത്തീഫ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ CJ റിജോ, JO റജിൻ, VA തൗഫിക്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അമിത എന്നിവർ പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. തൃക്കൂർ കള്ളായിയിൽ കാട്ടുപന്നിയെ തുരത്താൻ സ്ഥാപിച്ച വൈദ്യുതിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മധ്യവയസ്കൻ മരിച്ചു. കള്ളായി സ്വദേശി പള്ളത്തേരി സുബ്രന്റെ മകൻ 60 വയസ്സുള്ള ഗോപിയാണ് മരിച്ചത്. സമീപത്തെ പറമ്പിലാണ് മൃതദേഹം കണ്ടത്. ഞായറാഴ്ച രാത്രിയിലാണ് മരണം സംഭവിച്ചതെന്നാണ് കരുതുന്നത്. തനിച്ച് താമസിക്കുന്ന ഇയാളെ കഴിഞ്ഞ ദിവസം മുതൽ കാണാനില്ലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. തിങ്കളാഴ്ച സമീപത്തെ പറമ്പിൽ ജാതിക്ക പെറുക്കാനെത്തിയ സ്ത്രീയാണ് മൃതദേഹം കണ്ടത്. KCB അധികൃതർ സ്ഥലത്തെത്തി വൈദ്യുതി കണിക്കായി സ്ഥാപിച്ച കമ്പികൾ അഴിച്ചുമാറ്റി. വരന്തരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടും. 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം
ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. Discover la Vraico there, la crème de la fraîcheur. French Diary Ice Creams, a taste factory. കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. ലോകത്തിന്റെ നെറുകയിൽ സ്പെയിൻ. ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ സ്പെയിൻ ചാമ്പ്യന്മാർ. എക്സ്ട്രാ ടൈം വരെ നീണ്ട മത്സരത്തിൽ അർജന്റീനയെ തോൽപ്പിച്ചത് ഏകപക്ഷീയമായ ഒരു ഗോളിന്. എക്സ്ട്രാ ടൈം വരെ നീണ്ട മത്സരത്തിൽ ഫെറാൻ ടോറസിന്റെ ഒറ്റ ഗോളിലാണ് അർജന്റീനയെ സ്പെയിൻ തോൽപ്പിച്ചത്. 106 മിനിറ്റിൽ ഫെറാൻ ടോറസ് ആണ് സ്പാനിഷ് പടയുടെ വിജയ ഗോൾ നേടിയത്. ഗോൾ ശ്രമം നടത്തിയത് മെസ്സിയെയും സംഘത്തെയും സ്പെയിൻ അക്ഷരാർത്ഥത്തിൽ കൂട്ടിയിടുകയായിരുന്നു. അവസാന മിനിറ്റ് വരെ മിന്നുന്ന പോരാട്ടമായിരുന്നു സ്പെയിനിന്റേത്. അർജന്റീനിയൻ മുന്നേറ്റങ്ങളെ ചെറുത്തു തോൽപ്പിച്ചാണ് സ്പെയിൻ രണ്ടാം തവണയും ലോക ജേതാക്കൾ. എന്നാൽ സ്പാനിഷുകാർ നിരന്തരാക്രമണത്തിലൂടെ അർജന്റീനയെ അവസാന മിനിറ്റ് വരെ ഭീതിയിലാക്കി. The champions of the world are Spain. സ്പോർട്സ് ഡെസ്ക് TCV. കേരളത്തിന്റെ കാവലാൾ എന്ന വിശേഷണവുമായി ജനമനസ്സുകളിൽ നിറഞ്ഞു നിന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഓർമ്മയായിട്ട് ഒരു വർഷം പൂർത്തിയാകുന്നു. ജീവിതം തന്നെ സമരമാക്കി മാറ്റിയ VSന്റെ സ്മരണ പുതുക്കാൻ നാടെങ്ങും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കണ്ണേ കരളെ VS, ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ. മരണത്തിന് മുൻപും ശേഷവും കേരളമാകെ ഇരമ്പിയാർത്ത ഈ മുദ്രാവാക്യം അടയാളപ്പെടുത്തുന്നുണ്ട് VS അച്യുതാനന്ദൻ എന്ന യുഗപ്രഭാവന്. പുന്നപ്ര വയലാറിന്റെ ചോരവീണ മണ്ണിൽ നിന്നുയർന്നു വന്ന് പോരാട്ടത്തിന്റെ ശിഖരങ്ങളായി പടർന്നു പന്തലിച്ച VSന്റെ ഓർമ്മകൾ തളിരണിഞ്ഞു തന്നെ നിൽക്കുന്നു. വേർപാടിന് ഒരു വർഷമാകുമ്പോഴും VS നടന്നു തീർത്ത വഴികളും തെളിയിച്ച മാർഗദീപങ്ങളും കേരളീയ പൊതുസമൂഹം മണലിലും മാഫിയകൾ കണ്ണുവെച്ചപ്പോഴും കാവലാളായി VS ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതൃപദവിയുടെ ഔന്നത്യം കേരളം അറിഞ്ഞ നാളുകളായിരുന്നു അവ. 2006 മുഖ്യമന്ത്രി പദത്തിലേക്ക് കടന്നു വരുമ്പോഴും താൻ ഉയർത്തിപ്പിടിച്ച നിലപാടുകളുടെ തറയിലൂന്നിയാണ് അദ്ദേഹം ഭരണം മുന്നോട്ട് നയിച്ചത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ ആർജവത്തോടുകൂടി ആൾക്കൂട്ടത്തെ തനിക്കൊപ്പം നിർത്തുന്ന മാന്ത്രികത VSന് വശമുണ്ടായിരുന്നു. നീട്ടിയും കുറുക്കിയുമുള്ള വാക്കുകളിലൂടെ രാഷ്ട്രീയ എതിരാളികളുടെ നെഞ്ചകം പിളർക്കുന്ന മൂർച്ചയേറിയ ആക്ഷേപഹാസ്യത്തിന്റെ മേമ്പൊടി ചേർത്തുള്ള VSന്റെ പ്രസംഗം കേൾക്കാൻ ജനസാഗരം ഒഴുകിയെത്തുമായിരുന്നു. അവസാന നാളുകളിലെ 6 വർഷത്തോളം പൊതുജീവിതത്തിൽ നിന്ന് മാറി ചികിത്സയും വിശ്രമവുമായി കഴിയുകയായിരുന്നു VS. ഒടുവിൽ 2023 ജൂലൈ 21 വൈകുന്നേരം 3:20 ആ ഹൃദയതാളം നിലച്ചു. പക്ഷേ കാലത്തെ അതിജീവിച്ചും VS ജനമനസ്സുകളിൽ മിടിച്ചുകൊണ്ടേയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് TCV. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ തൃശൂർ ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുന്നതായി ആക്ഷേപം. മണിക്കൂറുകളോളം രോഗികൾ ക്യൂവിൽ നിന്ന് വലയുന്നതായും പരാതി. OP ടിക്കറ്റ് ലഭിക്കാൻ വൈകുന്നതായും ഡോക്ടർമാർ ഉച്ചയോടെ മടങ്ങിപ്പോകുന്നതായും ആക്ഷേപമുണ്ട്. മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയ്ക്കെത്തിയാൽ വലിയ ദുരിതമാണ് നേരിടുന്നതെന്നും മേയർ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് രോഗികൾക്ക് ചികിത്സ ഉറപ്പുവരുത്താനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും രോഗികളും കൂട്ടിരിപ്പുകാരും ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സിന്റെ പ്രതിഫലനമായ തൃശൂർ പൂരത്തെയും തേക്കിൻകാട് മൈതാനത്തെയും വർഗീയ ശക്തികൾക്ക് അടിയറ വയ്ക്കാൻ അവസരമൊരുക്കരുതെന്ന് KK വത്സരാജ് MLA പറഞ്ഞു. തേക്കിൻകാട് മൈതാനം പൊതു ഇടമായി നിലനിർത്തണമെന്നും അതിനുവേണ്ടി സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കണമെന്നും ആവശ്യപ്പെട്ട് CPI തൃശൂരിൽ സംഘടിപ്പിച്ച ബഹുജന സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉത്സവങ്ങളും പരിപാടികളും നടത്തുന്നതിന് പുറമെ തേക്കിൻകാട് മൈതാനം നൂറുകണക്കിന് മനുഷ്യരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്രമാണ്. വൈകുന്നേരങ്ങളിൽ തദ്ദേശവാസികൾക്ക് ഒത്തുചേരാനുള്ള ഇടമായി ഇത് മാറുന്നുവെന്നും KK വത്സരാജ് ചൂണ്ടിക്കാട്ടി.
CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു. കവി പ്രൊഫസർ KG ശങ്കരപ്പിള്ളയുടെ സന്ദേശം T പ്രദീപ് കുമാർ വായിച്ചു. സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി, CPI നേതാക്കളായ TK സുധീഷ്, P ബാലചന്ദ്രൻ, VS പ്രിൻസ്, ഷീല വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചു. 20 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. മറ്റുള്ളവരുടെ ജീവന് കൂടി ഭീഷണിയാകുന്ന പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. 2025 ജനുവരി 27 പോത്തുണ്ടി ബോയൻ നഗർ സ്വദേശി സുധാകരനെയും അമ്മ ലക്ഷ്മിയും കൊലപ്പെടുത്തിയ കേസിലാണ് കോടതി വിധി പറഞ്ഞത്. കൃത്യം നടന്ന് 1.5 വർഷത്തിന് ശേഷമാണ് വിധി വരുന്നത്. രാഷ്ട്രീയ ആശയങ്ങളുടെ പോരാട്ടത്തിനാണ് PA മാധവൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പ്രാമുഖ്യം നൽകിയതെന്നും അല്ലാതെ വ്യക്തിപരമായ പോരാട്ടങ്ങളിലല്ല മുഴുകിയതെന്നും കോൺഗ്രസ് നേതാവ് VM സുധീരൻ പറഞ്ഞു. മുതുവറയിൽ മുൻ MLA PA മാധവൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അക്രമ രാഷ്ട്രീയത്തിന് കൂട്ടുനിൽക്കാതെ മാതൃകാപരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ വ്യക്തിയായിരുന്നു PA മാധവനെന്നും സുധീരൻ പറഞ്ഞു. മുതുവറ CN സ്മൃതി മന്ദിരത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PP അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA അനിൽ അക്കര, KPCC ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, DCC സെക്രട്ടറി ജിമ്മി ചൂണ്ടൽ, VO ചുമ്മാർ, മണ്ഡലം പ്രസിഡന്റുമാരായ KG സതീശൻ, KG പോൾസൺ തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പ്രാവിൽ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് കാറിലിടിച്ച് വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. കാറിലുണ്ടായിരുന്ന വീട്ടമ്മയ്ക്കാണ് പരിക്കേറ്റത്. ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയെ അൻസാർ ആശുപത്രിയിലെ ആംബുലൻസിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി പാതയിൽ ഇഞ്ചലോടിക്ക് സമീപം ജീപ്പ് നിയന്ത്രണം വിട്ടപകടം. 2 വൈദ്യുതി പോസ്റ്റുകൾ ഇടിച്ചു തകർത്ത ജീപ്പ് സമീപത്തെ വീടിന്റെ മതിലിലേക്ക് ഇടിച്ചു കയറി. പെരിന്തൽമണ്ണ ഭാഗത്തുനിന്ന് വരികയായിരുന്ന ധാർ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ജീപ്പിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. ജീപ്പിലുണ്ടായിരുന്ന യാത്രക്കാർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. പള്ളിപ്പുറം ആലപ്പാട് റോഡിൽ പുത്തൻതോട് പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കുകളിടിച്ച് 3 പേർക്ക് പരിക്ക്. ബൈക്ക് യാത്രികരായ 2 കോടന്നൂർ സ്വദേശികൾക്കും കാർ ഓടിച്ചിരുന്ന ചെമ്മാപ്പള്ളി സ്വദേശിനിക്കുമാണ് പരിക്കേറ്റത്. പള്ളിപ്പുറം ഭാഗത്തുനിന്ന് വന്ന ഇന്നോവ കാർ വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കുകൾ ഇടിച്ചിട്ട് സമീപത്തെ വെള്ളം നിറഞ്ഞ പാടത്തേക്കും മറിയുകയായിരുന്നു. ബൈക്കുകൾക്ക് സമീപം സംസാരിച്ചു നിന്നിരുന്ന കോടന്നൂർ സ്വദേശികളായ സെബാസ്റ്റ്യൻ, സോമസുന്ദരൻ, കാർ ഓടിച്ചിരുന്ന യുവതി എന്നിവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂർ നഗരത്തിൽ നാലോണ നാളിൽ നടക്കുന്ന പുലിക്കളിയോടനുബന്ധിച്ചുള്ള സംഘാടക സമിതി യോഗം ചേർന്നു. പുലിവേഷം, പുലിക്കൊട്ട്, പുലിക്കളി, അച്ചടക്കം, 12 നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ പരിഗണിക്കുകയുള്ളൂ. പുലിക്കളി സമയം അതത് പുലിമടകളിൽ തന്നെ ഒരുക്കണം. പുലിക്കളി ആഘോഷ സംബന്ധമായ വിഷയങ്ങൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ സാമ്പത്തിക സഹായം നേടിയെടുക്കുന്നതിനാവശ്യമായ ഡോക്യുമെന്റേഷൻ നടത്താനുള്ള നടപടികൾക്കായി ജനറൽ കൺവീനറെ ചുമതലപ്പെടുത്തി. പുലിക്കളി സംഘങ്ങൾക്ക് പുലിവേഷത്തിലെ പെയിന്റ് നീക്കം ചെയ്യുന്നതിന് 120 ലിറ്റർ മണ്ണെണ്ണ വിതരണം ചെയ്യാനും യോഗത്തിൽ തീരുമാനമായി. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ഇനി കർക്കിടക സുഹൃതം. ആരോഗ്യ സംരക്ഷണത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന കാലഘട്ടമാണ് കർക്കിടക മാസം. മഴക്കാലത്തെ ആരോഗ്യ സംരക്ഷണത്തിനായി ആയുർവേദം നിരവധി കർക്കിടക മരുന്നുകൾ നിർദ്ദേശിക്കുന്നു.
മഴക്കാലത്ത് ശരീരത്തിന്റെ പ്രതിരോധശേഷി കുറയുകയും വിവിധ രോഗങ്ങൾക്ക് സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ആയുർവേദം കർക്കിടക ഔഷധച്ചിട്ടകൾ നിർദ്ദേശിക്കുന്നത്. കർക്കിടക കഞ്ഞിയാണ് ഇതിൽ പ്രധാനം. നടുവേദനയ്ക്കും നീർക്കെട്ടിനും ഉപയോഗിക്കുന്ന മരുന്നുകളുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. മറ്റു ചില പ്രത്യേക മരുന്നുകഞ്ഞികൾ, മരുന്നു പ്രയോഗങ്ങൾ, മരുന്നുണ്ട, തേച്ചുകുളി എന്നിവയെല്ലാം ചിട്ടകളിൽ പെടുന്നു. തണുപ്പു കാരണമുണ്ടാകുന്ന സന്ധിവാതം, നടുവേദന, ശരീരവേദന എന്നിവ മാറാൻ പ്രത്യേക മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. കർക്കിടക മാസത്തിൽ ലഘുവായതും എളുപ്പം ദഹിക്കുന്നതുമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ വർഷം മുഴുവൻ നീണ്ടുനിൽക്കുന്ന ആരോഗ്യവും ഊർജ്ജസ്വലതയും നേടാൻ സാധിക്കുന്നു. പണ്ടത്തെ തലമുറ കർക്കിടക മാസ രോഗങ്ങളെ തടുത്തു നിർത്തിയിരുന്നത് ഇത്തരം പ്രത്യേക ഔഷധ പ്രയോഗങ്ങളിലൂടെയായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. രാഷ്ട്രീയ സാമൂഹിക പ്രാധാന്യമുള്ള സിനിമകൾ അപൂർവമാവുകയും പകരം കുറ്റകൃത്യവും ആക്രമണോത്സുകതയും ചിത്രീകരിച്ചവ പെരുകുകയും ചെയ്യുന്നുവെന്ന് കവിയും ഗാനരചയിതവുമായ റഫീഖ് അഹമ്മദ് പറഞ്ഞു. കോലഴി ഗ്രാമീണ വായനശാലയിൽ പ്രവർത്തിക്കുന്ന കോലഴി സിനിമാ കൊട്ടകയുടെ 100ാം പ്രദർശന ആഘോഷം സാഹിത്യ അക്കാദമിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മികച്ച സാഹിത്യകൃതികളെ ഉപജീവിച്ചിറങ്ങിയ പഴയ സിനിമകൾ ഒരു രാഷ്ട്രീയ ദർശനം നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ KPN അമൃത മുഖ്യപ്രഭാഷണം നടത്തി. കോലഴി ഗ്രാമീണ വായനശാല വൈസ് പ്രസിഡന്റ് C ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സിനിമാ കൊട്ടക പ്രവർത്തകരായ KB മധുസൂദനൻ, PP പ്രശാന്ത്, KK ആനന്ദ് എന്നിവർ സംസാരിച്ചു. യോഗാനന്തരം കായേ മലാഗ എന്ന സ്പാനിഷ് ചിത്രം മലയാളം സബ് ടൈറ്റിലുകളോടെ പ്രദർശിപ്പിച്ചു. മലയാളം സബ് ടൈറ്റിൽ നിർമ്മാണത്തെക്കുറിച്ച് നന്ദലാലിന്റെ നേതൃത്വത്തിൽ ശില്പശാല നടത്തി. ഭവന നിർമ്മാണത്തിന്റെ പേരിൽ കോടികളുടെ തട്ടിപ്പ്. ചിയാരം ആസ്ഥാനമാക്കിയ മാസ്റ്റർ ബിൽറ്റ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി ഉടമകൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വഞ്ചിതരായവർ രംഗത്ത്. 6 മാസം മുതൽ 1 വർഷത്തിനുള്ളിൽ കരാറടിസ്ഥാനത്തിൽ വീട് നിർമ്മിച്ചു നൽകാമെന്ന വാഗ്ദാനം നൽകി ചിയാരം ആസ്ഥാനമായ മാസ്റ്റർ ബിൽറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഭവന നിർമ്മാണ കമ്പനി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 40-ലേറെ പേരിൽ നിന്ന് 12 കോടിയിലേറെ രൂപ തട്ടിയെടുത്തതായി പണം നഷ്ടപ്പെട്ടവർ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. സമൂഹ മാധ്യമങ്ങളിലെ ആകർഷകമായ പരസ്യങ്ങളിലൂടെ ഉപഭോക്താക്കളെ കണ്ടെത്തി 25 വർഷത്തെ നിർമ്മാണ ഗ്യാരണ്ടി, വിദഗ്ധ സേവനം തുടങ്ങിയവ വാഗ്ദാനം നൽകിയാണ് കമ്പനി ആളുകളുടെ വിശ്വാസം നേടിയിരുന്നത്. നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാമെന്ന് വിശ്വസിപ്പിച്ച് കരാർ തുകയുടെ 90 മുതൽ 95% വരെ മുൻകൂറായി വാങ്ങിയ ശേഷം പ്രവൃത്തികൾ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നതാണ് ഇവരുടെ രീതി. പല വീടുകളും 30 മുതൽ 40% വരെ മാത്രമാണ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ കാലയളവിനുള്ളിൽ ഓരോരുത്തർക്കും 5 മുതൽ 35 ലക്ഷം രൂപ വരെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. തട്ടിപ്പിനിരയായവരിൽ ചിലരുടെ പരാതിയെ തുടർന്ന് ആമ്പല്ലൂർ, കല്ലൂർ സ്വദേശികളായ കമ്പനി CEO ലിയോ ജോർജിനെയും ഡയറക്ടർ കൃഷ്ണപ്രസാദിനെയും കാക്കനാട് ഇൻഫോ പാർക്ക് പോലീസ് ഈ മാസം 3-ന് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. മുളന്തുരുത്തി പോലീസും ക്രൈംബ്രാഞ്ചും ഇവരുടെ പേരിൽ മറ്റൊരു പരാതിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒളിവിൽ കഴിയുന്ന സാമ്പത്തിക ഇടപാടുകളുടെ മുഖ്യ ചുമതലക്കാരനായ ഡയറക്ടർ KG ശരത്തിനെ എത്രയും വേഗം പിടികൂടണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. വഞ്ചിക്കപ്പെട്ടവരുടെ കൂട്ടായ്മ പ്രവർത്തകരായ NR കലാധരൻ, അനൂപ്, ഡാനിഷ് P ഡേവിസ്, സുജിത് പേരാമ്പ്ര എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ. അങ്കണം ഷംസുദ്ദീൻ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഷംസുദ്ദീൻ അനുസ്മരണവും അവാർഡ് സമർപ്പണവും സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിശിഷ്ട സാഹിതി സേവാ പുരസ്കാരം കഥാകൃത്ത് വൈശാഖിന് സ്പീക്കർ സമ്മാനിച്ചു. 15ഓളം എഴുത്തുകാരെയും ചടങ്ങിൽ ആദരിച്ചു. അങ്കണം ഷംസുദ്ദീൻ സ്മൃതി ചെയർപേഴ്സൺ ഡോക്ടർ P സരസ്വതി അധ്യക്ഷത വഹിച്ചു. അശോകൻ ചെരുവിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. രാജൻ J പല്ലൻ MLA, N ശ്രീകുമാർ, ഡോക്ടർ PV കൃഷ്ണൻ നായർ, മോഹനചന്ദ്രൻ, K സന്തോഷ് കുമാർ, P അപ്പുക്കുട്ടൻ, അനിൽ സാമ്രാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതി ചെസ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ശക്തൻ തമ്പുരാൻ കോളേജിൽ അന്താരാഷ്ട്ര ചെസ് ദിനം ആഘോഷിച്ചു. ചെസ് മത്സരങ്ങൾ, ക്വിസ്, പ്രശ്നോത്തരി എന്നീ വിഭാഗങ്ങളിൽ 48 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി ഉദ്ഘാടനം നിർവഹിച്ചു. അക്കാദമി മുഖ്യ പരിശീലകൻ KK മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ മുതിർന്ന ചെസ് കളിക്കാരനായ K രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. ഫിഡെ റേറ്റഡ് താരങ്ങളായ KV സുജിത് കുമാർ, PO ജോയ്, P ബിനോദ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അക്കാദമി കോർഡിനേറ്റർ ബിന്ദു മണികണ്ഠൻ, സൈനു സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സമാപന ചടങ്ങിൽ VV സുധാകരൻ മത്സരാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകി. സിനിമാ കലാസംവിധായകനും ചിത്രകാരനുമായിരുന്ന പറപ്പൂക്കര സ്വദേശി കല്ലിക്കടവിൽ സുധാകരൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. മോഹൻലാലിന്റെ ആദ്യ ചിത്രമായ തിരനോട്ടം ഉൾപ്പെടെ 20ഓളം സിനിമകളുടെ കലാസംവിധായകനായിരുന്നു. വീട പറയും മുൻപേ, ഇളക്കങ്ങൾ, ഈ ലോകം ഇവിടെ കുറേ മനുഷ്യർ തുടങ്ങിയ സിനിമകളിൽ കലാസംവിധായകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. യാത്രാമൊഴി എന്ന ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്തിറങ്ങിയില്ല.
നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ ചിത്രകലാ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,150 രൂപ, പവന് 1,05,200 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പീച്ചിയിൽ നേരിയ ഭൂചലനം. ജണ്ടമുക്ക് തെക്കേക്കുളം ഭാഗത്താണ് ഭൂചലനമുണ്ടായത്. ഭൂമിക്കടിയിൽ നിന്ന് ശക്തമായ പ്രകമ്പനമുണ്ടായതായി നാട്ടുകാർ. ജണ്ടമുക്കിൽ വീടിന്റെ ഭിത്തിയിൽ വിള്ളൽ രൂപപ്പെട്ടു. ഡൽഹിയിലെ CJP സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ നേതാക്കളെ കരിവാരി തേക്കാൻ ED ശ്രമിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. യഥാർത്ഥ പ്രതികളെ ED മാപ്പുസാക്ഷിയാക്കിയത് ബാങ്കിനെ രക്ഷിക്കാനല്ലെന്നും CPM-നെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമായിരുന്നുവെന്നും MV ഗോവിന്ദൻ. സെർവർ തകരാറിനെ തുടർന്ന് റേഷൻ വിതരണം തിങ്കളാഴ്ച മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. റേഷൻ വാങ്ങാനാകാതെ മണിക്കൂറുകളോളം വരി നിന്ന് ഉപഭോക്താക്കൾ മടങ്ങി. പെരുമ്പിലാവിൽ ബാർ ഉടമയെ കബളിപ്പിച്ച് 4.5 കോടി രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തു. സ്ഥാപനത്തിലെ അക്കൗണ്ടന്റ് ശാന്തി, ജനറൽ മാനേജർ അരുൺ P. നായർ എന്നിവർക്കെതിരെയാണ് കുന്നംകുളം പോലീസ് കേസെടുത്തത്. മുള്ളൂർക്കരയിൽ ലഹരിവേട്ട. MDMA-യുമായി യുവാക്കളെ തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി. മയക്കുമരുന്നും ഇലക്ട്രോണിക്സ് ത്രാസുകളും കസ്റ്റഡിയിലെടുത്തു. തൃക്കൂരിൽ കാട്ടുപന്നിയെ തുരത്താൻ സ്ഥാപിച്ച വൈദ്യുതിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മധ്യവയസ്കൻ മരിച്ചു. കള്ളായി സ്വദേശി ഗോപിയാണ് മരിച്ചത്. ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ചാമ്പ്യന്മാർ. എക്സ്ട്രാ ടൈം വരെ നീണ്ട മത്സരത്തിൽ അർജന്റീനയെ കീഴടക്കിയത് ഏകപക്ഷീയമായ 1 ഗോളിന്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.